എന്നെക്കുറിച്ചിട്ടാണ് അവരെല്ലാവരും പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഞാനും എന്നെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അത് വല്ലാതെ വിരസവും. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഈ സംഭവഗതികളുടെ ഒരു കാര്യം പറയുന്ന ശ്രീകുമാർ ആദ്യം പറഞ്ഞു, ഒരു എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് അപ്പുറം വന്നിട്ട് ശ്രീകുമാർ ആ പുസ്തകത്തിൻ്റെ ഓരോ ക്യാപ്ഷൻ കൊണ്ട് സബ് ഹെഡിങ് വരെ നോക്കിയിട്ടാണ് ശ്രീകുമാർ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. അത് അല്ലാതെ തന്നെ ഞാൻ കഴിഞ്ഞ 2025 ഡിസംബറിലാണ് ഈ പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് ശ്രീകുമാറിന് കൊടുക്കുന്നത്. ഈ പുസ്തകം പുറത്തു വന്നത് മാർച്ച് 18 അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസാധകന് നൽകാവുന്ന ഏറ്റവും വലിയൊരു ഔദാര്യം എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയൊരു ഒത്താശയാണത്. അതേപോലെ ആ പുസ്തകം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള അഞ്ജലി ഉണ്ട് ഇവിടെ. അഞ്ജലിയും ഞാൻ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടാണ് വന്നത്. അഞ്ജലിക്ക് കൂടി അതിൽ ഭാഗഭാക്കാണ് ആ പുസ്തകം തയ്യാറാക്കുന്നതിലും. അത് ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ഗീതയൊക്കെ പറഞ്ഞ പോലെ മനോഹരമായ കവർ, അതിൻ്റെ കാലിഗ്രാഫി വരെ എൻ്റെ സുഹൃത്താണ് ചെയ്തത്. പക്ഷേ ആ പുസ്തകം തയ്യാറാക്കുമ്പോഴും ശ്രീകുമാർ പഴയ ഒരു ഓർമ്മയിൽ എന്തോ എന്നോടുള്ള ഒരു പ്രത്യേകിച്ച് സ്നേഹം പോലെ, ശ്രീകുമാർ ഞങ്ങൾ രണ്ടുപേരും ഒരേ നാമധാരികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നും വിട്ട് മാറി നിന്നിട്ട് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് അല്ലാതെ തന്നെ ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ആ പുസ്തകത്തിലൂടെ കടന്നുപോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കൂടി എനിക്ക് മനസ്സിലായത്. അത് വലിയൊരു കൃതാർത്ഥതയാണ്. സാധാരണ ഒരു പ്രസാധകന് അത്രയൊന്നും താല്പര്യം എടുക്കുന്നില്ല. അദ്ദേഹം തന്നെ ഒരുപാട് പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണിപ്പോൾ, ഞാൻ വലിയൊരു സഞ്ചാരിയൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ വലിയൊരു സഞ്ചാരിയല്ല. കൊല്ലത്തിലെ കുറച്ച് ദിവസങ്ങൾ കിട്ടുന്നത് 15 ദിവസമോ 20 ദിവസമോ. പക്ഷേ സഞ്ചാരത്തിൽ എത്ര ആമഗ്നനാവുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് കൃത്യമായിട്ടൊരു വിനയം പറച്ചിലൊന്നുമല്ല. എത്രമാത്രം നമ്മൾ ആമഗ്നനാവുന്നു എന്നുള്ളതാണ് ആ സഞ്ചാരത്തിൻ്റെ ഒരു ദാർഢ്യത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മത എന്നൊക്കെ പറയുന്ന ഒരു ഭാവത്തിനെ അത് വ്യഞ്ജിപ്പിക്കുന്നത്. അല്ലാതെ നമുക്ക് എവിടെയും എത്ര വേണമെങ്കിൽ യാത്ര ചെയ്യാം. ജീവിതം മുഴുവൻ യാത്ര, എന്നേക്കാൾ എത്രയോ ഇരട്ടി യാത്ര ചെയ്തവരുണ്ട്. പക്ഷേ അവർക്ക് അതിൽ നിന്ന് സംഭരിക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കാനോ പിന്നീട് ആവിഷ്കരിക്കാനോ ചിലപ്പോഴൊരു മനസ്സില്ലാന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ സാവകാശങ്ങളില്ല, ചിലപ്പോൾ ആ യാത്ര കഴിഞ്ഞില്ല ഇനിയിപ്പോൾ എന്താണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, വളരെ വിലപ്പെട്ടതാണ് ഓരോ യാത്രയും. 5 ദിവസമോ 10 ദിവസമോ 15 ദിവസമോ ആണെങ്കിൽ പോലും നമുക്ക് ആ യാത്രയുടെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. അതേപോലെ ഈ പുസ്തകത്തിൻ്റെ വേറൊരു യാദൃച്ഛികത എന്താ വെച്ചാൽ, പുസ്തകം ആരാ പ്രകാശനം ചെയ്യണമെന്ന് ഫാദർ ചോദിച്ചിരുന്നു. 1-2 പേര് പറഞ്ഞു. ഞാൻ വർഷങ്ങളായി OK ജോണിയെ കണ്ടിട്ട്, ആരും വിശ്വസിക്കില്ല, OK ജോണിയെ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി. പെട്ടെന്ന് എനിക്ക് എന്തെന്നറിയില്ല OK ജോണിൻ്റെ പേരാണ് ഞാൻ ഫാദറോട് പറഞ്ഞത്. ജോണി മതി. അപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആലോചിക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, അതാ ഞാൻ പറഞ്ഞ സാർത്ഥകത എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറയുന്ന സാർത്ഥകത. ഇന്നും ഇവിടെ OK ജോണി പറഞ്ഞ പല കാര്യങ്ങളും എന്നെ വളരെ ആഴത്തിൽ തൊടുന്ന ഒന്നായിരുന്നു. ഞാൻ ധരിച്ചിരുന്നില്ല OK ജോണി എന്നെ ഇങ്ങനെ വായിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് ജീവൻ്റെ 92 പ്രവർത്തിച്ച ജീവൻ്റെ കയ്യൊപ്പ് എന്നുള്ളതിൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടും പിന്നീട് പരിവ്രാജകൻ്റെ മൊഴി എന്നുള്ളതിൽ ആമുഖമായിട്ട് ഞാൻ കൊടുത്ത ആ വരികൾ ഗംഗോത്രിയെ കുറിച്ചിട്ട്, ഒരു യാത്രികനും വിമർശകനും തമ്മിലുള്ള അഭിപ്രായ ഭേദത്തിനെയാണ് എന്നേക്കുമായിട്ട് ജോണി ഇവിടെ റദ്ദ് ചെയ്തതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പലരും പറഞ്ഞു അയാളിപ്പോൾ യാത്രാവിവരണമാണ് എഴുതുന്നത്. എന്തൊരു പുച്ഛത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അയാളിപ്പോൾ വിമർശനമൊക്കെ നിർത്തിയിട്ട് യാത്രാവിവരണമാണ് എഴുതുന്നത്. അതിനെയാണ് വളരെ സർഗാത്മകമായിട്ട് OK ജോണി പറഞ്ഞത് ഇത് രണ്ടും ഭിന്നമല്ല. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യത്യാസമില്ല. യാത്രാവിവരണോ എങ്ങനെ പറഞ്ഞ് ഒഡീസയൊക്കെ കോട്ട് ചെയ്തത് പലരോടും വലിയ ഉച്ചസ്ഥലം പറയേണ്ട ഒരു സംഗതിയാണ്. അതൊരു യാത്രാപുസ്തകം പോലെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ആൻഡ്രൂ ഹാർവയുടെ ജേണി ഇൻ ടിബറ്റ്, അത് രണ്ടും ഭേദമില്ല. നമ്മളെങ്ങനെ പങ്കെടുക്കുന്നു എന്നുള്ളൊരു യാത്രയിലായാലും ശരി, അല്ല ഒരു കൃതിയിലായാലും ശരി. ഇത് വളരെ മുമ്പ് വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നോബൽ laureate ആയിട്ടുള്ള ഓരോ തീർത്ഥാടനമാണ് ഓരോ വിമർശനം ഓരോ തീർത്ഥാടനമാണെന്ന് അദ്ദേഹമാണ് പറഞ്ഞു തന്നത്. അതെനിക്ക് പാഠമായിരുന്നു. അങ്ങനെ തന്നെ വിമർശനം തീർത്ഥാടനമായിട്ട്. അപ്പോൾ അതുപോലെ എങ്ങനെ പിന്നെ മറ്റൊരു വാചകം കൂടി പറഞ്ഞു. ഈ പുസ്തകം ആദ്യകാലത്തെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലൊരു സർഗാത്മകതയുടെ വ്യാപാരം ഉണ്ടെന്ന്. അത് നിസ്സാരമായിട്ടുള്ളൊരു വാചകമല്ല. എൻ്റെ വിമർശനങ്ങൾ ആദ്യത്തെ പുസ്തകമൊക്കെ വരുന്നേ ഉള്ളൂ. പുരുഷപ്രവർത്തനങ്ങളും കലിയുഗാരണ്യങ്ങളും പരിവ്രാജൻ്റെ മൊഴിയൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് വായിച്ചിട്ട് ജോണി പറഞ്ഞൊരു വാചകം അതാണ്, ഇതിലൊരു സർഗാത്മകതയുടെ വ്യാപാരം ഞാൻ ഇതിൽ അന്നേ കണ്ടിരുന്നു എന്ന്. എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ? വാസ്തവത്തിൽ എനിക്കത് പലരും പറഞ്ഞിട്ട് ഇന്ന് നോവൽ എഴുതിക്കൂടെ, അല്ലെങ്കിൽ കവിത, എത്ര പേര് പറഞ്ഞിട്ടുണ്ട് കവിത എഴുതൂ, നിങ്ങൾ കാവ്യാത്മകമായിട്ട് ഈ ഗദ്യം എഴുതുന്നതിന് പകരം കവിത എഴുതൂ. അതൊക്കെ നിരർത്ഥകമായ കാര്യമാണ്. നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മൾ എന്ത് ആവിഷ്കരിക്കുന്നു, അതിൽ നമ്മൾ എങ്ങനെ വാക്കുകളെ
ഉപയോഗിക്കുന്നു. ഒ വി വിജയനെ കുറിച്ചിട്ട് അദ്ദേഹം വീണ്ടും പറയേണ്ടായി. ഒ വി വിജയൻ്റെ എങ്ങനെ യോഗാത്മകമായിട്ടുള്ളൊരു ഭാവം എൻ്റെ എഴുത്തുകളിൽ അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ ഞാനും ഒട്ടും അതില്ലാതെ പറഞ്ഞ പോലെ ആത്മതൃപ്തിയോടുകൂടി ഞാൻ പറയുന്ന പദങ്ങളെക്കുറിച്ചിട്ട് ഞാൻ എപ്പോഴും വളരെ വളരെ ബോധവാനാണ്. ഓരോ പദത്തിനും കൊടുക്കുന്ന അതിൻ്റെ ഒരു ദാർഢ്യം, അതിൻ്റെ ആഴോ എപ്പോഴും എന്നെ ഒരുപാട് ഉത്സുകനാക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ പലരും ചോദിച്ചു, ഇതെന്ത് ഇങ്ങനെ ഒരു യാത്രാ വിവരണം ഞാൻ ചോദിച്ചവരുണ്ട്. അലയാഴി, ഹിമസ്ഥലി, സമസ്ഥലി, ഇതെവിടേക്കും എത്തുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എവിടേക്കും എത്തുന്നില്ല. അല്ല, ഇതിന് വേറൊരു ടൈറ്റിൽ കൊടുക്കാം, ആൻഡമാനിലെ ഹരിത ജലരാശി എന്നുള്ള ടൈറ്റിൽ കൊടുക്കാം. പക്ഷേ അത് വായനക്കാരെ വഞ്ചിക്കുന്ന പോലെ ഇരിക്കും. ഒരൊറ്റ ലേഖനമേ ഉള്ളൂ ആൻഡമാനിൽ. ഞാൻ പറഞ്ഞ പോലെ വലിയ സഞ്ചാരിയൊന്നുമല്ല. ആൻഡമാനിൽ എങ്ങനെ എതിർച്ചയെ പോകാൻ ഇടയായി ഒരു 8-10 ദിവസം. പക്ഷേ ആൻഡമാനിൽ എന്തൊക്കെയോ എനിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റി. പലവിടെയും പോകുന്ന പോലെ തന്നെ, പലവിടെയും അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ചെന്നെത്തിയ. വലിയൊരു പ്ലാനോടോ അല്ലെങ്കിൽ ഏകാന്ത സഞ്ചാരിയാണ് അയാൾ. പലരുടെയും കൂടെയല്ലേ പലരുടെയും കൂടെ പോകുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏകാന്തത പരിപാലിക്കാനും, ഏകാന്തതയെ കൂടി നമ്മൾ എവിടെ പോകുന്നു എന്നല്ല, എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് ഈ കഴിഞ്ഞ യാത്രകളിൽ മുഴുവനും ഒരുപാട് യാത്രകൾ ഞാൻ തനിച്ച് പോയ കാലം ഒരുപാട് മുമ്പാണ്. 2005 മുമ്പേക്കാണ് ഞാൻ തനിച്ച് ചില യാത്ര ചെയ്തത്. അതിനുശേഷം പലപ്പോഴും കൂട്ടായിട്ടാണ്. പക്ഷേ അതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നിങ്ങളെങ്ങനെ യാത്രയിൽ നിങ്ങളെങ്ങനെ യാത്രയിൽ ഒപ്പിയെടുക്കുന്നു, നിങ്ങളെങ്ങനെ പിന്നീട് അത് റീലീവ് ചെയ്യുന്നു, എങ്ങനെ യാത്രയിലത്തെ ഓരോ മുഹൂർത്തങ്ങളും നിങ്ങൾ റീലീവ് ചെയ്യുക. അതേപോലെ ഈ ഒരു ദിവസം ഒരുപാട് കാലത്തേക്ക് റീലീവ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളെന്ന് എനിക്ക് തന്നിരുന്നു. പലരും എന്നോട് പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ ഹിമാലയത്തിലാണോ, കളിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു ചോദ്യമാണ്, അതൊരു അർത്ഥവത്തായ ചോദ്യമാണ്. കാരണം ഞാൻ എവിടെയും അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വന്നതായിട്ട് എഴുതിയിട്ടില്ല. അല്ല, അതിൽ കാര്യത്വമില്ല. അല്ലെങ്കിൽ ആദി കൈലാസായാലും ശരി, അല്ലെങ്കിൽ വേറെ ദാൽ തടാകമായാലും ശരി, അവിടെ നിന്ന് തിരിച്ചു വന്നതായിട്ട് ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ ആ അനുഭവ സഞ്ചയത്തിൽ തന്നെ ആമഗ്നനായിട്ട്, ഇൻ്റലിജിങ് എന്ന് പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് തന്നെയാണ്, അതിൽ തന്നെ ആമഗ്നനായി ബദ്ധനായിട്ട് ഞാൻ ഇരിക്കാറാ പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് പലരെയും യാത്ര നമ്മൾ കുറേ കൂടി ഒരു സാന്ദ്രീകൃതമാണ് ഇതിൻ്റെ ഭാഷ. കാരണം അതിൻ്റെ ഒരു അനുഭവത്തിനെ അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ ഈ പുസ്തകത്തിനെ പരത്തിയിട്ട് ഈ 200 പേജിനെ ചിലപ്പോൾ വേണമെങ്കിൽ 300-400 പേജാക്കാം. പക്ഷേ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ സാന്ദ്രത അതിലില്ലാതെ പോയിപ്പോകും. അപ്പം അത് മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞത്. ഒരു പുസ്തകത്തിൽ എങ്ങനെ നമ്മൾ ധ്യാനലീനാവണോ, അതുപോലെ തന്നെ ഒരു സ്ഥലത്തും അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളിലും സ്ഥലത്തിൻ്റെ ഭാവഭംഗികളിലും ഭാവസൂക്ഷ്മതകളിലും നമ്മൾക്ക് എങ്ങനെ ബദ്ധനാവാൻ കഴിയുന്നു. അത് രണ്ടുപടിയും ജനങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു നോവലോ അല്ലെങ്കിൽ കവിതയുള്ളതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ഥലമുള്ളതും, സ്ഥലം മരുഭൂമിയിലേക്കല്ല നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഒരു മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. മുഴുവൻ ജനസഞ്ചയത്തിൽ തന്നെയാണ്. പക്ഷേ ജനസഞ്ചയത്തിനേക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകൃതി ഭംഗികളും മറ്റ് കാര്യങ്ങളും നമ്മൾ, അല്ലെങ്കിൽ പരിസ്ഥിതി, ലോല പ്രദേശങ്ങൾ, പരിസ്ഥിതിക്ക് വരുന്ന ആഘാതങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ പാരിസ്ഥിതിക ബോധം പറഞ്ഞ പോലെ എക്കോളജിക്കൽ അവയർനെസ് നമുക്കത് ഈ കാലത്തിൻ്റെ തന്നെ വലിയൊരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് പരിസ്ഥിതി നീതി ശാസ്ത്ര, പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ള രീതിയിൽ അത് എനിക്കായിട്ട് വന്നിട്ടില്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ പുലർത്തേണ്ട ഒരു സംഗതിയാണ്. കാരണം നമുക്ക് നമ്മുടെ ജീവനും ഇനി വരുന്നവരുടെ അടുത്ത തലമുറയ്ക്കും കൂടിയിട്ട് ഇതിങ്ങനെ അതേപോലെ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭദ്രത, അല്ലെങ്കിൽ ഇതിൻ്റെ അരോഗത ഇതേപോലെ തന്നെ നമ്മൾ നിലനിർത്തിക്കുന്നത് വലിയൊരു ബോധമാണ്. നമ്മുടെ ഓരോ യാത്രയിലും ആ ബോധം നമ്മളിലുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും വേറൊരു പെർസ്പെക്റ്റീവ് കൂടി കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ആവിഷ്കരിക്കാനും പറ്റും. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വിമർശകൻ എന്നുള്ള നിലയ്ക്കും ഒരു സഞ്ചാരി എന്നുള്ള നിലയ്ക്കും അധികം ആളുകളില്ല മലയാളത്തിലാണ് തോന്നുന്നത്. വിമർശനവും സഞ്ചാരവും രണ്ടും വേറെ വേറെയാണ്. സഞ്ചാരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവം കൊടുക്കുന്ന ആൾ തന്നെ, പ്രത്യേകിച്ച് വിമർശകരുകൾ, സാഹിത്യാസ്വാദകർ കസേല പിന്നീട് ചാരുകസേല എന്ന് പറഞ്ഞാൽ അതിൽ എഴുതുന്ന ആൾക്കാരാണ് 100-90%. എനിക്കറിയില്ല, എനിക്ക് എങ്ങനെയാണ് അത് ചാരുകസേരയിൽ എഴുതുന്നത് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ചാരുകസേരകളില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലരും മുന്നിൽ പറഞ്ഞ് നിന്നിട്ടാണ് എഴുതുന്നത് വെച്ചാൽ നിങ്ങൾ എത്ര മണിക്കൂറുകൾ നിന്നിട്ടുണ്ടെന്ന് ചോദിച്ചൊരു വലിയ കണ്ണൂരിലുള്ള ഭാഗത്തു നിന്നാണ് ഒരു സഹൃദയനുണ്ട്. എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചതും അതേസമയത്ത് തന്നെ ചിരിപ്പിച്ചതുമായിട്ട്, നിങ്ങൾ ജീവിതത്തിൽ എത്ര മണിക്കൂർ നിന്നിട്ടുണ്ടാവുമെന്ന്. നിന്നാണ് ഞാൻ എഴുതുന്നതെന്ന് നിങ്ങൾ ചിലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും, പരിഹാസം എന്നുള്ള രീതിക്ക് തന്നെ. പക്ഷേ ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഒരു വീടിൻ്റെ ഒരു സംവിധാനം കണ്ടാൽ നിന്നിട്ടാണ് എഴുതുന്നത്. പക്ഷേ മണിക്കൂറുകളോ നിന്നിട്ട് ഞാൻ എഴുതാറേ ഇല്ല. രാവിലത്തെ ഒരു മണിക്കൂർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും നമ്മൾ എഴുതൂ. അങ്ങനെ ഇത് ഭക്ഷണം കഴിക്കുന്ന പോലെയുള്ള ഒരു പ്രക്രിയയല്ല എഴുത്ത് എന്നുള്ളത്. അതിന് എൻ്റേതായിട്ടുള്ള സമയം വേണം. ചിലപ്പോൾ എഴുതാത്ത സമയത്തും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. കാലത്തൊക്കെ ഉണർന്ന് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിൽ ചില വരികൾ വരും. ആ ചില വരികൾ മതി. അപ്പോൾ അങ്ങനെ ഒരു
ഒരു ദിവസത്തിൽ ഒരു കൊല്ലത്തിൽ എറിഞ്ഞാൽ 365 ദിവസം ഉള്ളതിൽ ചില 100-150 ദിവസം 100-150 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അധികം മണിക്കൂറിൻ്റെ ഒന്നും കണക്കില്ല. പിന്നെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അത് സാധ്യമല്ലായിരിക്കും. അഥവാ അങ്ങനെ ഒരു സർഗാത്മക പ്രക്രിയ വലിയൊരു സംഗതിയാണ്. ഇപ്പോൾ സംഗീതം പോലും സാധകം ചെയ്യുന്നവർ രാവിലെ മാത്രമേ സാധകം ചെയ്യുള്ളൂ. അല്ല, നിരന്തരം എല്ലാം 12 മണിക്കൂറും സാധകം ചെയ്യുന്നൊരു സംഗീതത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതിൻ്റെതായിട്ട് ചില മുഹൂർത്തങ്ങളുണ്ട്. ദീപ്ത തന്നെ പോലെ മനോഹരമായിട്ട് നമ്മളെ വയലിൻ കേൾപ്പിച്ച ആ കുട്ടി ദിവസത്തിലെ എല്ലാ സമയത്തും വയലിൻ എടുത്തിരിക്കുമോ? ചില സമയത്ത് അതിൻ്റെയൊക്കെ വളരെ ഇൻറ്റൻസായിട്ടുള്ള മുഹൂർത്തങ്ങളെ നമുക്ക് എഴുതാനും പറ്റുള്ളൂ, പാടാനും പറ്റുള്ളൂ, ചിന്തിക്കാനും പറ്റുള്ളൂ, ധ്യാനിക്കാനും പറ്റുള്ളൂ. ധ്യാനം എന്നുള്ളത് വലിയ ആവശ്യകതയാണ്. ഇപ്പോൾ ഈ യാത്രകളിൽ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ വലിയൊരു ഭാഗമാണ് ഇതൊക്കെ. ഒരു ധ്യാനാത്മകത എന്നുള്ള ഒരു മെഡിറ്റേറ്റീവ് വോയിസ് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ആവശ്യകത. ജീവിതത്തിനെ ഒരുപാട് ഈ ശീതോഷ്ണങ്ങളില്ലാതെ ഒരു സമ്യക് രീതിയിൽ ഒരു സമചിത്തതയോട് കൂടിയിട്ട് പുലർന്നു പോകാൻ പറ്റുന്ന നമ്മളെ അഭ്യസിപ്പിക്കുന്നതാണ് ഈ യാത്രകൾ. ഈ പറഞ്ഞ പോലെ 5ാമത്തെ 6ാമത്തെ യാത്രാ പുസ്തകമാണ്. ആദ്യത്തെ അടരുന്നാക്കുകളിൽ ഇനിയും എനിക്ക് ആ വഴികളിലേക്ക് അടരേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വഴി പോലും എൻ്റെ മുന്നിലില്ലായിരുന്നില്ല. ആ പുസ്തകം പഞ്ചകേദാരങ്ങളുടെ മോൻ എന്നുള്ള ആ ലേഖനം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാനമായിരുന്നു. പക്ഷേ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ വന്നുപോയി. ഇതിൻ്റെ ആമുഖത്തിലൊരു വാചകം കൂടി പറയാം, 12:30 കൃത്യം. ഇതിൽ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കുട്ടി വായിച്ചു, എന്താ ഈ അപ്രതീക്ഷാ മുനമ്പ് എന്താണെന്ന്. നിങ്ങൾ ആരെങ്കിലും പുസ്തകം കാണുകയാണെങ്കിൽ വായിച്ചു പോയ ആദ്യത്തെ പ്രൊഫസർ ആമുഖത്തിൽ പത്മദാസൻ്റെ കവിതയ്ക്ക് മുമ്പ് ഞാൻ ഒരു വരി എഴുതുന്നുണ്ട്, ഇനി ജീവിതത്തിൽ ഒരു അപ്രതീക്ഷാ മുനമ്പ്. അത് മനസ്സിലായില്ലല്ലോ എന്ന്. വളരെ ജെന്യുവനായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം പറഞ്ഞ അപ്രതീക്ഷാ മുനമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുനമ്പില്ല. ഈ ഭൂഗോളത്തിൽ എവിടെ ഇല്ല. ഭൂഗോളത്തിലുള്ളത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, പ്രതീക്ഷയുടെ മുനമ്പേ ഉള്ളൂ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കന്യാകുമാരിയാണ്. അവിടെയാണ് സഞ്ചാരികൾ അവിടെ വരുന്നത്. അപ്പോൾ ആ വലിയ ജീവിതത്തിൽ ഈ ശുഭാപ്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളെ വീണ്ടും മുന്നിലേക്ക് ത്വരിപ്പിക്കുന്നത് ഈ ശുഭാപ്തി വിശ്വാസമാണ്, അല്ലെങ്കിൽ ശുഭകാംക്ഷയാണ്, അല്ലെങ്കിൽ ശുഭേച്ഛയാണ്. അതുകൊണ്ടാണ് അതിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ളത്. ഒരു നാവികനെ സംബന്ധിച്ചിടത്തോളം അനന്തമായിട്ടുള്ള സമുദ്രജലത്തിൽ ഇങ്ങനെ അന്തമില്ലാതെ സമുദ്രത്തിൻ്റെ യാത്ര അങ്ങനെയാണ് കേട്ടോ. ഈ ആകാശത്തിനേക്കാൾ ഒരു സ്പൃശ്യത അല്ലെങ്കിൽ യഥാർത്ഥത സമുദ്രത്തിനുണ്ട് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ആകാശത്ത് കൂടി നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, എവിടെയും അൺഎൻഡിങ് ആണ്. പക്ഷേ സമുദ്രത്തിൽ അങ്ങനെയല്ല, സദാ സമുദ്രജലം നമ്മളെ തൂഴ്ന്നുകൊണ്ടിരിക്കും. അങ്ങനെ സമുദ്രജലം തൂഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കൂടി ഒരു നാവികൻ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ദ്വീപ് പോലെ കാണുന്നതാ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദ്വീപിൽ ആ താവളം. അങ്ങനെ ഉണ്ടാകും സുപ്രതീക്ഷ മുനമ്പ്, അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. അതാ കന്യാകുമാരിയാണ്. ഒരുപാട് ആഗോള യാത്രാക്കാർക്ക് മുഴുവൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആയത് അതാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഒരു അപ്രതീക്ഷാ മുനമ്പ് എന്ന് വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല, ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല. അങ്ങനെ പ്രതീക്ഷിക്കാനില്ലാത്ത യാത്രകളാണ് എൻ്റെ കഴിഞ്ഞ ഈ 6 കൊല്ലത്തെ യാത്രകളാണ് ഈ അലയാഴി എന്നുള്ളത്. 2019 തൊട്ട് 2025 വരെ. ഇതൊന്നും നേരത്തെ പ്ലാൻഡ് അല്ല. ഈ ആൻഡമാൻ എന്നുള്ള ദ്വീപ്, ആൻഡമാനിലേക്കുള്ള യാത്ര പോലും ഒട്ടും പ്രതീക്ഷിതമല്ല. അങ്ങനെ അപ്രതീക്ഷിതമായി. പക്ഷേ നമ്മളെങ്ങനെ യാത്രയെ കാണുന്നു, ജീവിതത്തിൻ്റെ പറയുന്ന പോലെ എന്തനുഭവിക്കുന്നു എന്നല്ല, എങ്ങനെ നിങ്ങൾ നേരിടുന്നു, നിങ്ങളുടെ ക്രൈസിസ് വരുന്നു എന്നല്ല, നിങ്ങൾ എങ്ങനെ ക്രൈസിസ് അഭിമുഖീകരിക്കുന്നു. ജെ കൃഷ്ണമൂർത്തി തൊട്ട് ഓഷോ തൊട്ട് എല്ലാവരും പറയുന്നൊരു സംഗതിയാണ്, അപ്പോഴേ നിങ്ങൾ ജീവിക്കുന്നുള്ളൂ. ചാൾസ് ഡാർവിൻ തൊട്ട്. കാരണം വെല്ലുവിളികളാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭാവാന്തരങ്ങൾ എന്നുള്ള രീതിയിൽ ഗീത എൻ്റെ ഒരു പുസ്തകം എന്ത് ഭാവാന്തരമാണെന്ന് എനിക്കും നിശ്ചയമില്ല. പക്ഷേ ആ കുട്ടി എഴുതി 699 പേജോളം ആഷാമേനോൻ്റെ ഭാവാന്തരങ്ങൾ. എനിക്ക് എന്തൊക്കെ ഭാവാന്തരങ്ങൾ വന്നു എനിക്കറിയില്ല. പക്ഷേ 25 വയസ്സിലെ ഏത് അവിവാഹിത്വമാണോ അതേപോലെ ഈ 78ാമത്തെ വയസ്സിലും ഞാനെപ്പോഴും ബാച്ചിലറായിട്ട് പുലരുന്നു, ഒട്ടും ഖേദമില്ലാതെ. എൻ്റെ സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുന്നു ഞാൻ പറയുന്നില്ല, അതിലൊക്കെ ചിലപ്പോൾ വഴുതലുണ്ടാകും. അതൊന്നും എനിക്ക് തുറന്നു പറയാൻ യാതൊരു മടിയില്ല. അവസരം പോയി തുറന്നു പറയാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ സെലിബ്രേറ്റ് ഓൾ എലോങ്, ഞാൻ സെലിബ്രേറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും ചില ഭാവാന്തരങ്ങൾ, ഖേദങ്ങൾ, അയ്യോ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കുടുംബജീവിതം ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇല്ല ഉള്ളതെന്നുള്ളത് പോലെ തന്നെ കുടുംബജീവിതം ഉള്ളതും കുടുംബജീവിതം ഇല്ലാത്തതും പറയുന്നതിന് വലിയൊരു, അത് പ്രത്യേകിച്ച് ഞാൻ വളരെ വളരെ രൂക്ഷമായിട്ടും വളരെ തീക്ഷ്ണമായിട്ടും അനുഭവിച്ചിരിക്കുന്ന ഒരു കാല അളവ് പോലെയാണ്. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞ ഈ അപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരു മുനമ്പിലേക്ക് ഞാൻ വീണ്ടും ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായില്ലെന്നും വരാം.
അതിൽ രണ്ടിലും അതിൽ വലിയൊരു ഒരു സ്ഥിത പ്രജ്ഞ എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വലിയ വലിയ വാക്കാണ്, സ്ഥിതപ്രജ്ഞ എന്നുള്ള അങ്ങനെയൊന്നും പറയുന്നില്ല. എങ്കിലും അതിനെ ഒരു വളരെ ആവുന്ന തരത്തിലൊരു മമതയില്ലായ്മയോട് കൂടിയിട്ട് നമുക്ക് അതിനെ പരീക്ഷിക്കാനും അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാനും കഴിയുന്നു. ഈ യാത്രകൾ എന്നെ അങ്ങനെ തയ്യാറാക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ജോൺ മണ്ണാർത്തറ അച്ഛനൊക്കെ എത്രമാത്രം അനുഭവത്തോടെയാണ് എൻ്റെ യാത്രകളെ കാണാൻ. അദ്ദേഹം വായിച്ച ചില ഭാഗങ്ങൾ അതേപോലെ തന്നെ അത് വേറെ ആർക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അത്രയും അദ്ദേഹം കൂടി അതിൽ സമ്മിളിതനായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു എഴുത്തുകാരനെ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി. ഇത് മൂന്നാമത്തെ പുസ്തകം വേണേണ് ഇവിടെ ഈ ഹാളിൽ ഞാൻ വരുന്നത്, ചവറ കൾച്ചറൽ സെൻ്ററിൽ. അതിൻ്റെ ഒരുപാട് കൃതാർത്ഥത എല്ലാവർക്കും, ഇവിടെ സന്നിഹിതരായ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ കൃതാർത്ഥത അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വളരെ സന്തോഷത്തോടെ നന്ദി.